ഇന്ന് വീണ്ടും ഞാൻ ഒരു കൊള്ളിക്കഥയായിട്ടാ വന്നേക്കണേട്ടാ. വേറൊന്നുമല്ല, ഇന്നത്തെ സ്പെഷ്യല് പാൽക്കപ്പയാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ വരുമല്ലോ. അപ്പൊ ഇന്നലെ പറിച്ച കപ്പ പാൽക്കപ്പ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മയ്ക്കും കഴിക്കാലോ. അത് കഴിഞ്ഞ് അവര് പോയി കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റിങ്ങിന് ഇരിക്കാം. അങ്ങനെ ഫുൾ പ്ലാനിങ്ങോട് കൂടിയാണ് ഇന്നത്തെ ദിവസം എന്റെ തുടങ്ങിയത്. പക്ഷെ ഞാൻ വിചാരിച്ച പ്ലാനുകൾ ഒന്നുമല്ല ഇന്ന് നടന്നത്. കുറച്ചധികം സന്തോഷമുള്ള മാറ്റാണ് കേട്ടോ പ്ലാനിൽ ഉണ്ടായത്. ആ പ്ലാനിൽ എന്താ മാറ്റം ഉണ്ടായെന്ന് അറിയണമെങ്കിൽ തുടർന്ന് കണ്ടോട്ടോ വീഡിയോ. ഞാൻ എഴുന്നേറ്റ് കുളിച്ചു പോരുമ്പോഴേക്കും ജാനു എഴുന്നേറ്റ് കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. പ്രശാന്തേട്ടൻ ആച്ച നേരത്തെ വർക്ക് സൈറ്റിൽ പോയിട്ടുണ്ട്. സൺഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്ക് സൺഡേയും വർക്ക് ഉണ്ട് കേട്ടോ. നമശിവാണെങ്കിൽ പോട്ടയിലാണ്, അവര് വരുമ്പോ കൊണ്ടുവരാന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ. രാവിലത്തെ ചപ്പാത്തി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയണില്ല. പാൽക്കപ്പ ഉണ്ടാക്കണത് എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഇന്നലെ പറിച്ചു വെച്ച കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി നന്നായി കഴുകി എടുത്തിട്ട് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ജാനു കുളിക്കാൻ പോയ താപ്പിന് ഞാൻ വിചാരിച്ചു വന്നാ കുറച്ചു നേരം ഇരുന്ന് ചായയൊക്കെ കുടിക്കാന്ന് കേട്ടാ. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനുവിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് തല തോർത്താനായിട്ട് വന്നിട്ടുണ്ട്. എന്നെ പോലെ തന്നെ ജാനും വായ തോരാണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടാ. അപ്പൊ അങ്ങനെ അവളുടെ കഥകൾ കേട്ടുകൊണ്ടാണ് ഇന്നത്തെ കുക്കിംഗ് എന്റെ കേട്ടാ. അപ്പൊ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞു. അതെന്തോ വെള്ളം ഊറ്റി കളഞ്ഞു വേണം കപ്പ കഴിക്കാൻ എന്നാ പറയണേ. എന്നാ പിന്നെ ഇനി പ്രിപ്പറേഷനിലേക്ക് കടക്കാന്ന് വിചാരിച്ചപ്പോഴാണ് മുളക് പൊട്ടിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചേട്ടാ. അപ്പൊ ഞാൻ പിന്നെ പറമ്പിലൊക്കെ പോയി വെള്ളമുളക് പൊട്ടിച്ചു, വെള്ളക്കാന്താരി. പക്ഷെ തീർന്നു തുടങ്ങി. ഇനി അതിന്റെ വിത്ത് പാവണം. അതുപോലെ വിത്ത് പാവി മുളപ്പിച്ചേക്കണതാണ് കേട്ടോ ആ ഗോൾഡൻ പപ്പായയുടെ തൈകള്. അപ്പൊ നമുക്ക് പാൽക്കപ്പയിലേക്കുള്ള ഉള്ളി മുളകൊക്കെ ചതച്ചെടുക്കാട്ടാ. ഉള്ളി മുളകും നന്നായി ചതച്ചട്ടെ ഈ വേവിച്ച് വെച്ചേക്കണ കപ്പയുടെ കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടാ. അപ്പൊ അതിനായിട്ട് ഇതേ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ആദ്യം തന്നെ കപ്പ ഇട്ട് ആ വെള്ളം ഒന്ന് വെറ്റിച്ചെടുത്തു. പിന്നെ അതിലേക്ക് ഈ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകൊക്കെ അതിലേക്ക് ചേർത്തു കൂട്ടാ. ഇനി അത് കുറച്ചു നേരം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല തേങ്ങാപ്പാല് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാട്ടാ. ചിലര് ഫസ്റ്റ് പാല് സെക്കൻഡ് പാല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിക്കാം. ഞാൻ ഒറ്റ പാല് ഒരുമിച്ച് ഒഴിച്ചു. അത് ഇത്തിരി കൂടുതൽ അളവിൽ ഒഴിച്ചു കൂട്ടാ. എന്ന് വെച്ചാൽ അത് ഇരുന്ന് കുറുകുമല്ലോ, അതുകൊണ്ട്. അപ്പൊ കുറച്ചേരം അത് അങ്ങനെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരുന്നു. ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇനി നമുക്ക് വറുത്തിടണം. കടുകും മുളകും ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടതേ വറുത്തിട്ടു കൂട്ടാ. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ സംഭവം റെഡിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് കുറുകി വരുമെന്ന്. നന്നായി പാലൊഴിച്ചിട്ടുണ്ടായി, എന്നാലും അത് കുറുകി ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഞാൻ പുറത്തൊരു ഷോപ്പിൽ നിന്ന് കഴിച്ചപ്പോ തൊട്ട് വിചാരിക്കുക അത് വീട്ടിലുണ്ടാക്കണമെന്ന്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. പിന്നെ എന്റെ പ്ലാനിങ് മാറിയത് എങ്ങനെയാന്ന് അറിയണ്ടേ? നമ്മുടെ സർപ്രൈസ് ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മുടെ പാറക്കുട്ടനാണ്. കൂടെ ഒരു കുഞ്ഞിപ്പെണ്ണും കൂടി വന്നിട്ടുണ്ട്. അത് നമ്മുടെ പൗർണമി കുട്ടിയാണ് കേട്ടാ. നമ്മുടെ സുന്ദരി പെണ്ണിനെ ഇന്ന് ചോറൂണായിരുന്നു നമ്മുടെ വയലൂര് അമ്പലത്തില്. വയലൂര് വന്നിട്ട് നമ്മുടെ വീട്ടിൽ കയറാണ്ട് പോയി അവരെ ഞാൻ ശരിയാക്കില്ലേ. അപ്പൊ അവരെ വിളിച്ചു വരുത്തിയതാണ് കേട്ടാ. പ്ലാൻ ചേഞ്ച് ചെയ്തു. ചേച്ചി റെഡി ആയിക്കോ, പോവാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് റെഡി ആയി പുറത്തോട്ടൊക്കെ പോവാണ്. എങ്കടാന്നുള്ളത് നാളെ കാണാട്ടാ.